എല്ലാവർക്കും വിജയ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ വീട്ടിലൊരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാമെന്നതായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഫ്രണ്ട്സ്, നമ്മൾ ഈ പഴയ ഫ്രിഡ്ജ് വെച്ചാണ് ഈ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ ഫ്രിഡ്ജ് ഇതായിരിക്കുന്നു. പിന്നെ ഇതിന് ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒരു എംസീൽ വേണം, പ്ലെയർ വേണം, സ്ക്രൂ ഡ്രൈവറൊക്കെ വേണം. നമുക്ക് ഇവിടെ ഫ്രീസറൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അതിനെയൊക്കെ ഇളക്കാനൊക്കെ സ്ക്രൂ ഡ്രൈവർ വേണം. പിന്നെ ഇതിൻ്റെ വയറൊക്കെ വരുമ്പോൾ നമുക്ക് പ്ലെയർ ഇട്ട് കട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ ഫ്രീസറും ഈ വയറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ക്ലീനാക്കി വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഹോളൊക്കെ എംസിയിൽ വെച്ച് അടയ്ക്കുകയാണ്. കണ്ടോ, ഈ ഹോള് അല്ലെങ്കിൽ വെള്ളം ലീക്കായി പോകുന്നതാണ്. നമ്മൾ ഈ ഹോളൊക്കെ അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടച്ചിട്ടുള്ള വീഡിയോ ഇപ്പോൾ കാണിക്കുന്നതാണ്. നമുക്ക് അടച്ചതിന് ശേഷമുള്ള വീഡിയോ അടുത്ത് കാണിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളതിൽ എംസിയിൽ ഇവിടെ ഒട്ടിച്ചതിന് ശേഷം തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹോളൊക്കെ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെർമോക്കോള് ആദ്യം ഈ ഹോളിലേക്ക് വയ്ക്കും. അതിന് ശേഷം മറ്റേ ഫെവിക്വിക്ക് ഉണ്ടല്ലോ, അത് ഈ ഹോളിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത് ഉരുവിയിട്ട് നല്ല കട്ടിക്കിരുന്നോളും, പിന്നെ വെള്ളമൊന്നും ലീക്കാവത്തില്ല. അതുപോലെ ഇവിടെ എല്ലാം ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടിച്ചിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഈ തെർമോക്കോളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഹോളിൽ തെർമോക്കോൾ അടച്ചു വെച്ചിട്ട് ഫെവിക്വിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വെള്ളം ലീക്കാവുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടാങ്കിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഈ എംസിയിൽ ഒട്ടിക്കുന്ന അവരെ ശ്രദ്ധിക്കുക. എംസിയിൽ ഇവിടെ ഒട്ടിച്ചതിന് ശേഷം ഉടനെ തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നാൽ എംസിയിൽ ഇളകിപ്പോകുന്നതാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഓസ് ഇട്ടിട്ടുണ്ട്, വെള്ളം നിറയ്ക്കുകയാണ്. ലീക്കാവുന്നതുകൊണ്ട് നോക്കാം. കണ്ടോ, നമുക്കതാ ഇവിടം വരെ നിറയണം, എന്നാലും ലീക്ക് ഉണ്ടോ ടെസ്റ്റ് ചെയ്യാം. ഈ ഭാഗത്തിനനുസരിച്ചാണ് നമ്മൾ വെള്ളം നിറയ്ക്കുന്നത്. ഇതിൽ കൂടുതൽ നിറയ്ക്കണമെന്നുള്ളവർ നിറയ്ക്കാം. നമുക്ക് ഇവിടെ പൂച്ച ശല്യം അങ്ങനത്തെ ഇതൊക്കെ വന്ന് ഇതിൽ ചാടുന്നതാണ്. അപ്പോൾ അതിലാണ് നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെള്ളം ഈ ലെവൽ അനുസരിച്ച് ഇതിൻ്റെ മുകളിൽ വരെ ആക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വെള്ളം പകുതി നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അലങ്കാര ചെടിയെല്ലാം ഇതിൽ വച്ചിട്ടുണ്ട്. കുറച്ച് ഈ ചെറിയ മണ്ണിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ മീനിനെ പിടിച്ചിടാൻ പോവുകയാണ്. ഇപ്പോൾ മറ്റേ നമ്മൾ 6 മീനെ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 6 മീനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് തകർക്കുക. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെയും എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു.